ഇത് റയോബിയുടെ ഒരു സ്റ്റോറേജ് സാധനമാണ്. ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ ഇവിടെ സ്റ്റോറേജ് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ബിറ്റുകളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. ബിറ്റുകൾ പലതും വയ്ക്കാം. പിന്നെ ഇവിടെ ഇങ്ങനെ റബ്ബറിൻ്റെ ഒരിതുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ വാട്ടർ പ്രൂഫായിരിക്കും. കുറച്ചൊക്കെ വെള്ളം ഇതിൻ്റെ മേലിൽ കൂടെ വീണാലും മഴ പെയ്താലും അകത്തേക്ക് വെള്ളം കയറില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു ക്ലിപ്പുണ്ട്, ലോക്ക് ചെയ്ത് കൃത്യമായിട്ട് ടൈറ്റായിട്ട് വയ്ക്കാം. ഇതിൻ്റെ പേര് റയോബി ലിങ്ക്. ഇത് ഹോം ഡിപ്പോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. റോളിംഗ് ടൂൾ ബോക്സ് എന്നാണ് പറയുന്നത്. ലിങ്ക് മൊബൈൽ കമ്പാറ്റബിൾ, വെയ്റ്റ് കപ്പാസിറ്റി 200 പൗണ്ട്, ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ്, ഓൾ ടെറൈൻ വീല്. ഇത് ഈ ട്രോളി സാധനത്തിനെ പറ്റി പറയണതെന്ന് തോന്നുന്നു അല്ലേ, റോളിംഗ് ടൂൾ ബോക്സ്. ഇതിനെപ്പറ്റി പറയുന്നതാണ്. ഇങ്ങനെ ഹൈറ്റ് കൂട്ടാം. അപ്പം ഇങ്ങനെ അത് വലിച്ചുകൊണ്ട് പോകണമെങ്കിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകാം. എന്നിട്ട് ഇവിടെ ഞെക്കിക്കഴിഞ്ഞാൽ താഴേക്കെത്തും. പിന്നെ ഇവിടെ ലോക്ക് ചെയ്യാനുള്ള ഹോളുണ്ട്. ഇവിടെ എന്തെങ്കിലും ലോക്കൊക്കെ വെച്ച് ചെയ്യുക. പിന്നെ ഇവിടെ ഈ ഹാൻഡിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഇരുന്നോളും. പിന്നെ താത്തുമ്പോൾ താഴേക്ക് നോക്കോളും. പിന്നെ ഇവിടെ ഇതും രണ്ടാണേ, അത് വേറെ കാര്യം. ഇതിങ്ങനെ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ ബോക്സ് ഊരി എടുക്കാം. ഈ ബോക്സ് ഊരി ഇവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇത് തുറന്നു കൊടുക്കാം. തുറന്നു കഴിഞ്ഞാൽ എന്താ, ഇതാണ് റോളിംഗ് ടൂൾ ബോക്സ്. ഇത് കുറച്ച് താഴ്ചയുണ്ട്, അത്രയും താഴ്ചയുണ്ട്. പിന്നെ ഈ സാധനം ഇവിടെ ഇതിങ്ങനെയുള്ള വലകളിൽ മാത്രമേ വയ്ക്കാവുള്ളൂ എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇതിങ്ങോട്ടും മാറ്റി വയ്ക്കാം. പിന്നെ ചെറിയ പാർട്സൊക്കെ ഇവിടെ വയ്ക്കാൻ പറ്റും. പിന്നെ ഇതിനെന്ന് തന്നെ ഇതിന് റബ്ബറിൻ്റെ ഇതുണ്ട്. അടച്ച് വെച്ചിട്ട് ഇതിനെ ലോക്ക് ചെയ്യാം. ഇനി അടുത്ത ടൂൾ ബോക്സ് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ മേളിലേക്ക് കണ്ടോ, ഒരു ഞെക്കി കഴിയുമ്പോൾ ഇതേപോലത്തെ ഇതിലേക്ക് കയറും. റിലീസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞെക്കിയാൽ മതി. കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊക്കി എടുക്കുക. ഇതാണ് ലോക്കിംഗ് മെക്കാനിസം അതിൻ്റെ അടിയിലുള്ളത്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ ടൂൾ ബോക്സ് ഇങ്ങോട്ട് താത്തുമ്പോൾ ഇതിങ്ങനെ ഞെങ്ങി സ്പ്രിങ്ങിലേക്ക് ഞെങ്ങിയത് അകത്തേക്ക് കയറി പോയിട്ട് ഇതിങ്ങനെ തിരിച്ച് വന്നിട്ട് ലോക്കാവും. ഇതാണ് ഇതിൻ്റെ സംഗതി. ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, ക്ലിക്ക് ലോക്കായി. ഇനി ഇതിങ്ങനെ ഒന്നായിട്ട് എടുക്കാം. ഇതാണ് റോളിംഗ് ടൂൾ ബോക്സ്. പിന്നെ ഇതിൻ്റെ പേരെന്നാന്ന് നോക്കാം. ഇതിൻ്റെ പേര് മീഡിയം ടൂൾ ബോക്സ് എന്നാണ് പറയണത്. മീഡിയം ടൂൾ ബോക്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് 80 പൗണ്ട് വെയ്റ്റ് കപ്പാസിറ്റി, ലിങ്ക് മൊബൈൽ കമ്പാറ്റബിൾ, ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ്, IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഹോം ഡിപ്പോ എന്ന് പറഞ്ഞ കടയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റയോബി ആക്സസറി വിത്ത് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ 80 പൗണ്ട് കപ്പാസിറ്റി ഉണ്ട്. സെക്യൂർ ലോക്കിംഗ് പോയിൻ്റ് ഉണ്ട്. ഇമ്പാക്റ്റ് റെസിസ്റ്റൻറ്റ് ലാച്ചസ്, ഡബിൾ ഓർഗനൈസർ ബെയിൻസ് ഇൻക്ലൂഡഡ് അതിൻ്റെ കൂടെ വരുന്നതാണ്. ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റ് മെറ്റീരിയൽ, IP65 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ്. മീഡിയം ടൂൾ ബോക്സും ഡബിൾ പിന്നും. പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ ഓർഗനൈസ്, ഇതിൻ്റെ വേറെ സാധനങ്ങളുടെ പേരൊക്കെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഭിത്തി പിടിപ്പിക്കുന്ന കുറേ ലിങ്ക് സിസ്റ്റത്തിലെ സാധനങ്ങളുണ്ട്.
ഇതാണ് ഇതിൻ്റെ ബാക്ക് വശം. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാമാണ്. ഇമ്പോർട്ടഡ് ചെയ്തിരിക്കുന്നത് ITI കൺസ്യൂമർ പവർ ടൂൾസ് സൗത്ത് കരോലിനയിലുള്ളത്. rayobitools.com. പിന്നെ ക്യാൻസർ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹാമിൻ്റെ ഇതുമുണ്ട്, വാണിങ്ങും ഉണ്ട്. കാലിഫോർണിയ പ്രൊപ്പോസിഷൻ 65 വാണിങ്ങും ഉണ്ട്. അതുള്ള മെറ്റീരിയൽസൊക്കെ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഇമ്പാക്റ്റ് റെസിസ്റ്റൻ്റ്, നല്ല കൊട്ടിയുണ്ട്, ക്വാളിറ്റി ഉണ്ട്. എനിക്ക് മിൽവാക്കി എന്ന് പറഞ്ഞ ബ്രാൻഡിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതാണ്. മിൽവാക്കി ഒരു ചുവപ്പ് കളറാണ്, റയോബി മുഴുവൻ ഒരു പച്ച ടൈപ്പാണ്, മിൽവാക്കി ഒരു റെഡ് ടൈപ്പാണ്.